കുറെ പത്രക്കാര്, കുറെ ചാനലുകാര്, കുറെ ആൾക്കാരുണ്ടല്ലോ. അവരെ ഈ സ്വഭാവം അറിയോ? വിവരമുള്ള ആളോട് ചോദിക്കുന്നില്ല, വിവരമില്ലാത്തവരോട് പോയി ചോദിക്കുക. മദ്രസയിലെ കുട്ടികളോടൊക്കെ പോയി ചോദിക്കുന്നത് ഓരോരോ മസ്കല. എന്നാ പിന്നെ ആ മദ്രസയിലെ മൈലാരോട് ചോദിച്ചൂടെ? അല്ലെങ്കിൽ പള്ളിയിലെ ഖാദിയാരോട് ചോദിച്ചൂടെ? അല്ല, ചോദിക്കുന്നത് വിവരമില്ലാത്തവർ തന്നെ തെരഞ്ഞു പിടിച്ചിട്ട് പറയിക്കുക. എന്നിട്ട് അവർ പറഞ്ഞിട്ട് അതിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ വലിയ സംഗതിയാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് സ്വന്തം അതാ കുടുംബത്തിലുള്ളവർക്ക് തന്നെ മനസ്സിന് വേദന ഉണ്ടാക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ഇപ്പൊ മൗലവി വന്നിട്ട് പറയാ, അല്ല പള്ളി പോലാണ് ഖൈർ എന്ന് പറയാ. ഇത് ബിദ്അത്ത്, കടുത്ത അനാചാരം, ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടുവരൽ, അതൊരിക്കലും പാടുള്ളതല്ല. അപ്പൊ ഇസ്ലാമിൽ ഉള്ളതല്ല കാര്യങ്ങൾ അത് സംഘടിപ്പിക്കുന്നതും അതിന് വേദിയൊരുക്കുന്നതും അതൊന്നും അനാചാരം എന്ന അർത്ഥത്തിലുള്ള ബിദ്അത്ത് അല്ല. നിങ്ങൾ ചോദിച്ചു നോക്ക്, മദ്രസ, ഇവിടെ മദ്രസ ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസ നടത്തിയിരുന്നോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി പോലുള്ള ഹദീസിന്റെ കിതാബുകൾ രചിച്ചിരുന്നോ? ഇല്ല. എന്തിനധികം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ജുസുള്ള മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതിയിരുന്നോ? ഇല്ല. ഖുർആൻ ഓതിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞു. 30 ജുസുള്ള ഒരു മുസ്ഹഫിന്റെ ഒന്നാമത്തെ കോപ്പി തന്നെ ഇവിടെ എഴുതി തയ്യാറാക്കുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അതിന് മുമ്പ് നബി തങ്ങൾ വഫാത്താവുമ്പോൾ 30 ജുസുള്ള ഒരു മുസ്ഹഫിന്റെ ലോകത്തില്ല. അതുകൊണ്ട് മുസ്ഹഫ് അച്ചടിക്കലൊക്കെ ബിദ്അത്താ, നബി തങ്ങൾ ചെയ്യാത്തൊക്കെ ബിദ്അത്താ. മുസ്ഹഫ് നോക്കി ഖുർആൻ ഓതൽ ബിദ്അത്താ, ബുഖാരി നോക്കിയിട്ട് ഓതി കൊടുക്കുന്നത് ബിദ്അത്താ. അതൊന്നും അനാചാരമല്ല. ബിദ്അത്ത് എന്ന് വേണമെങ്കിൽ ഭാഷയിൽ പറയാം, അതിനെ സംബന്ധിച്ച് ആചാരം എന്ന അർത്ഥത്തിൽ പറയാം. പുത്തനാചാരം എന്ന് നിനക്ക് പറയാൻ പറ്റില്ല. പുത്തനാശയമല്ലത്, പുത്തനാചാരമല്ലത്, അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഉള്ളതിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയതാണ്. മദ്രസയും സിലബസും ടൈം ടേബിളും. നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മദ്രസയിലെ മുഅല്ലിമീങ്ങളാരായിരുന്നു ചോദിച്ചു നോക്ക്, സദർ മുഅല്ലിമാരായിരുന്നു ചോദിച്ചു നോക്ക്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തുള്ള മദ്രസയിലെ സദർ മുഅല്ലിമാരാണെന്ന് ചോദിച്ചു നോക്ക്. അതിന് സദർ മുഅല്ലിമില്ല, മുഅല്ലിമില്ല. എന്നാ പിന്നെ ഇൽമു പഠിപ്പിച്ചില്ല എന്നാ? അല്ല, ഇൽമു പഠിപ്പിച്ചിട്ടുണ്ട്. അത് അന്നത്തെ കാലത്ത് ആ നിലക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അതിന് ക്രമീകരണം വരുത്തിയതാണ്. അതാണ് നമ്മുടെ മദ്രസയും സിലബസ് ഒക്കെ. അപ്പൊ അതൊക്കെ ബിദ്അത്താണെന്ന് പറഞ്ഞ് തള്ളിയാൽ ഇസ്ലാം ദീൻ ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ ഇത് മഹാന്മാരെ ആദരിക്കാനുള്ള ഏർപ്പാടാണ്. അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് എതിർക്കുന്നവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വിവരം ഇല്ല. അതുകൊണ്ട് വിവരമില്ലാത്ത ആളുകൾ മതം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിവരമുള്ളവരവിടെ നിൽക്കട്ടെ, വിവരമില്ലാത്ത ഞാൻ പറയട്ടെ എന്നാ. അപ്പോ സുബ്ഹാനല്ലാഹ്, അതിനേക്കാണ് രസമുണ്ട്. നമ്മളെ ഈ കുറെ ആൾക്കാരുണ്ടല്ലോ, കുറെ പത്രക്കാര്, കുറെ ചാനലുകാര്, കുറെ ആൾക്കാരുണ്ടല്ലോ. അവരെ ഈ സ്വഭാവം അറിയോ? വിവരമുള്ള ആളോട് ചോദിക്കുന്നില്ല, വിവരമില്ലാത്തവരോട് പോയി ചോദിക്കുക. മദ്രസയിലെ കുട്ടികളോടൊക്കെ പോയി ചോദിക്കുന്നത് ഓരോരോ മസ്കല. എന്നാ പിന്നെ ആ മദ്രസയിലെ മൈലാരോട് ചോദിച്ചൂടെ? അല്ലെങ്കിൽ പള്ളിയിലെ ഖാദിയാരോട് ചോദിച്ചൂടെ? അല്ല, ചോദിക്കുന്നത് വിവരമില്ലാത്തവർ തന്നെ തെരഞ്ഞു പിടിച്ചിട്ട് പറയിക്കുക. എന്നിട്ട് അവർ പറഞ്ഞിട്ട് അതിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ വലിയ സംഗതിയാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് സ്വന്തം അതാ കുടുംബത്തിലുള്ളവർക്ക് തന്നെ മനസ്സിന് വേദന ഉണ്ടാക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവരും നല്ലത് മാത്രം ചെയ്യുന്നവരും നന്മ ഉദ്ദേശിക്കുന്നവരും നമുക്കൊക്കെ മരിക്കണം എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവരുമായിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരും. നമ്മുടെ ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം, നമ്മുടെ ഖൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം എന്ന് പറഞ്ഞതുകൊണ്ട് അതിനർത്ഥം ഖൽബിലേക്കല്ലേ നോട്ടം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഉണ്ട് ഒരു പുതിയ പരിപാടി. പെണ്ണുങ്ങൾ പലരും തലമറക്കുന്നുണ്ട്. ആ മൊലിയാർ പറഞ്ഞില്ലേ, ഖൽബിലേക്കാണ് അള്ളാഹ് നോക്കുക, അള്ളാഹ് തലകൊള്ള നോക്കൂലോ. എടോ, ഖൽബ് നന്നായെങ്കിൽ നിന്റെ മുടി നീ പുറത്ത് കാണിക്കൂല പെണ്ണേ, അത് പച്ച ഹറാമല്ലേ. ഇപ്പോൾ ചില ചെറുപ്പക്കാർക്കുണ്ടൊരു ഏർപ്പാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി കളഞ്ഞതും ഹദീസിലുണ്ട്, നബിതങ്ങൾ മുടി വളർത്തിയതും ഹദീസിലുണ്ട്. പക്ഷേ ആ നബിതങ്ങൾ മുടി വളർത്തുമ്പോൾ എണ്ണയിട്ട് വാർന്നിരുന്നു. ഇപ്പൊ എണ്ണ തൊടുന്നില്ല ചിലര്. എണ്ണ തൊടുന്നില്ല എന്ന് മാത്രമല്ല, കുളിച്ച് വന്നിട്ടും വാർന്ന് വെക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് മേലോട്ടേക്ക് പൊക്കിയിടുകയാണ് മുടി. ഒരു പുതിയ പരിപാടിയാണ്. അത് സുന്നത്തിന്റെ രൂപമല്ല. മുടി വാർന്ന് അച്ചടക്കത്തിൽ വെക്കുകയാണ് വേണ്ടത്. ഒരു അച്ചടക്കമില്ലാത്ത സമൂഹമാണെന്ന് മുടി കാണുമ്പോൾ തന്നെ തോന്നാൻ പാടില്ലല്ലോ. ഇതുപോലെ ഞാൻ പറയട്ടെ, വേറെ ചില സംഗതി കാണുന്നുണ്ട്. ചിലര് മുടി അങ്ങ് പഠിക്കുകയാണ്. എവിടെ?
അതാ മദ്യത്തിൽ മാത്രം വെച്ചിട്ട് 4 ഭാഗവും വടിച്ചു കളയുകയാണ്. ബേക്കിലൊന്നും തീരെയില്ല, മൊത്തം പഠിച്ചിട്ടുണ്ട്. മദ്യത്തിൽ മാത്രം ചട്ടി കുടുക്ക കുടുക്കിയതുപോലെ. ഇതും ശരിയായ രീതിയല്ല, അതും തെറ്റായ രീതിയാണ്. വേറെ ചിലര് മുടി അങ്ങോട്ട് വളർത്തിയിട്ട് പെണ്ണുങ്ങൾ വളർത്തും പോലെ ആണുങ്ങൾക്ക് മുടി എന്നിട്ട് ബാക്കിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഒരു ബാലുമായിട്ട് നടക്കുന്നു. ഇതൊന്നും ശരിയായ രീതിയല്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ നബി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, നബി തങ്ങൾ എങ്ങനെയാണ് മുടി വളർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, അത് പിന്തുടരാനുള്ളൊരു നല്ല മനസ്സ് മുസ്ലിമീങ്ങളെ നമുക്ക് എല്ലാ വിഷയത്തിലും ഉണ്ടാകണം. നമ്മൾ കുറേ അപ്പുറവും ഇപ്പുറവും കുറ്റം പറയുന്നവരും പരസ്പരം നിസ്സാരപ്പെടുത്തുന്നവരും പരസ്പരം ഭിന്നിക്കുന്നവരും പരസ്പരം ചീത്ത വിളിക്കുന്നവരും അങ്ങനെയൊന്നും ആകാതെ നമ്മുടെ മുന്നിലൊരു മരണമുണ്ടെന്ന ബോധത്തോടെ ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയൊന്ന് മരിക്കണം. സുബ്ഹാനല്ലാഹ്. അതുവരെ ഉള്ള ആളുകൾ അവരെല്ലാം മാറി നിന്നുപോയി. നമ്മൾ സ്വന്തത്തിൽ തന്നെ മരണത്തിന്റെ വേദന അനുഭവിക്കുകയാണ്. ആ മരണം സംഭവിച്ചാൽ നമുക്ക് ഖബറിലേക്ക് ഒറ്റക്ക് പോയി കിടക്കാനുള്ളതാണ്. അവിടെ മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാനുള്ളതാണ്. കൂടെ ആരും വരുന്നില്ലല്ലോ. എത്ര വലിയ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവനും മയ്യിത്ത് കട്ടിലിൽ കയറുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. കണ്ണട അഴിച്ചു വെച്ചു പോയി. അതേ, നീ സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടോ? ഹറാം. അത് ഊരി വെച്ചു പോയി. എല്ലാ മോതിരവും എല്ലാ സാധനവും ഊരി വെച്ചു പോയി. നിന്റെ അന്തസ്സുള്ള ഡ്രസ്സുകളൊക്കെ ഊരി വെച്ചു പോയി. വെറും 3 കഷ്ണം തുണിയിൽ നിന്നെ പൊതിയുമ്പോൾ നീ പലരെയും ഗീബത്ത് പറഞ്ഞ നിന്റെ തൊള്ളയില്ലേ, നീ കളവ് പറഞ്ഞ നാവും തൊള്ളയുമില്ലേ, നീ ചിലപ്പോൾ കഞ്ചാവടിച്ച വായില്ലേ, അതിന് പരുത്തി വെച്ചു പോയി. അന്യപെണ്ണിലേക്ക് നോക്കിയ കണ്ണില്ലേ, അവിടെ പരുത്തി വെച്ചു പോയി. നിന്റെ കാത് ഹറാമിങ്ങനെ കേട്ട കാതില്ലേ, അലിമീങ്ങളെ ചീത്ത പറയുന്നതും കുറ്റം പറയുന്നതൊക്കെ കേട്ട നാവില്ലേ, അതേ കാതില്ലേ, അതിന് അതാ പരുത്തി വെച്ചു പോയി. നിന്റെ തൊള്ളക്ക് പരുത്തി വെച്ചു പോയി. അങ്ങനെ നിന്റെ കൈകൾക്കിടയിൽ വിരലുകൾക്കിടയിലും എല്ലാം പരുത്തി വെച്ചു പോയി. 3 കഷ്ണം തുണിയിലങ്ങ് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഒരു സമയം ഈ പാവപ്പെട്ട എനിക്ക് അത് എപ്പോഴാണെന്ന് പറയാനൊക്കുമോ? നാളെ ഈ സമയത്ത് ഞാൻ ഖബറിലാണോ അല്ല ഇതേപോലെ പുറത്താണോ എനിക്ക് പറയാനൊക്കുമോ? നമുക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ? ഓ മുഅ്മിനീങ്ങളെ, വസ്തഫിരി ഖിദ്ദംഅ മിൻ ഐനിൻ ഖാദിൻ തലഅത് മിനൽ മഹാരിമി വൽ സംഹിം യതന്നദമി. നിങ്ങളോടിത് പറയുമ്പോൾ ഞാനൊരു മഅസൂമായ നബിയല്ല, മഹ്ഫൂദായ ഖുത്ബല്ല. ഞാൻ നിങ്ങളിൽ ഏറ്റവും മോശക്കാരനായിരിക്കാം. അള്ളാഹു നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിച്ച് ജീവിതത്തിൽ വന്ന തെറ്റുകൾക്കൊക്കെ റബ്ബിനോട് മാപ്പ് പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങണമെന്നും നല്ലവരായി ജീവിച്ച് മരിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീൻ റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴും മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ.